വാളയാർ കേസിൽ കുട്ടികളുടെ മരണം ആത്മഹത്യയാണെന്ന് സ്ഥാപിക്കാൻ വിചിത്രവാദങ്ങളുമായി CBI. കുട്ടികൾ മരിച്ച മുറി ചെറുതായതിനാൽ കൊലപാതകം സാധ്യമല്ല. 129 സെന്റിമീറ്റർ ഉയരമുള്ള പെൺകുട്ടിക്ക് ഉത്തരത്തിൽ കുടുക്കിട്ട് ആത്മഹത്യ ചെയ്യാൻ കഴിയുമെന്നും CBI കുറ്റപത്രത്തിൽ. പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരെ കുറ്റപത്രത്തിൽ സദാചാര ആരോപണം ഉന്നയിക്കുന്ന CBI അപവാദ പ്രചാരണം നടത്തുകയാണെന്ന് കേസിലെ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജലജ മാധവൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. CBI ഇപ്പോൾ ചെയ്യുന്നത് ഒരു അപവാദ പ്രചരണം തന്നെയാണ്. CBIയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ഈ കേരളത്തിലെ ഒരു മാസിന് വേണ്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്. ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ ആഘോഷിക്കുകയാണ്. ആ ആഘോഷമെല്ലാം തന്നെ ഒരു അപവാദ പ്രചരണമായി മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കാരണം കൃത്യമായൊരു തെളിവുകളൊന്നുമില്ല. ആ സ്ത്രീ മറ്റാരെങ്കിലുമായി ലൈംഗിക ബന്ധം പുലർത്തി എന്നതിന് പോലുള്ള തെളിവുകളൊന്നുമില്ല. ഇനി ഈ തെളിവുണ്ടാക്കാനൊരു സാധ്യത കാണുന്നത് ഇനി ഇതിൽ ഒന്നാം പ്രതിയുമായി അമ്മ അവിഹിത ബന്ധം പുലർത്തി എന്നാണ് അവകാശപ്പെടുന്നത്. ആരാണ് ഒന്നാം പ്രതി എന്ന് പോലും വ്യക്തമല്ല. ഒന്നാം പ്രതി പഴയ കേസിൽ ഒന്നാം പ്രതി പ്രദീപ് ആയിരുന്നു. അയാൾ മരിച്ചുപോയ ആ മനുഷ്യനുമായിട്ടാണ് ഇവർ ലൈംഗിക ബന്ധം പുലർത്തിയെന്ന് ആരോപിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു അപവാദം പറച്ചിലാണ്. കാരണം അത് ശരിയാണോ അല്ലയോ എന്ന് പറയാൻ ആ മനുഷ്യനിപ്പോൾ ഇല്ല. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ലിഡിയ, CBI സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം എന്താണ്? കൊലപാതകമല്ല ആത്മഹത്യയാണ് എന്ന് കൃത്യമായി സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാൻ CBIക്ക് സാധിച്ചിട്ടുണ്ടോ? സൈഫു, 2 ആഴ്ചയ്ക്ക് മുൻപാണ് CBI കോടതിയിൽ ഇത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിക്കുന്നത്. അതിലെ ഉള്ളടക്കം നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ കൊലപാതകമാണ് എന്ന് അത്തരത്തിലൊരു സാധ്യത CBI കൃത്യമായും തള്ളിക്കളയുകയാണ്. ആത്മഹത്യ അല്ല എന്ന് പറയാനാവില്ല, അത്തരത്തിലൊരു സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് CBI ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇവർ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും ഇൻക്വസ്റ്റ് ഫോട്ടോകളുടെയും ഒപ്പം ഈ സാഹചര്യ തെളിവുകളുടെയും മറ്റ് ശാസ്ത്രീയ തെളിവുകളുടെയും ഒക്കെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് CBI എത്തിയിരിക്കുന്നത്. സംഭവം നടന്ന സ്ഥലം, ഈ കുട്ടിയുടെ ഉയരം, അതുപോലെ തന്നെ ഈ സംഭവം നടന്ന സ്ഥലത്തിന്റെ ഉയരം ഒക്കെ കണക്കിലെടുത്ത് 129 സെന്റിമീറ്റർ ഉയരമുള്ള കുട്ടിക്ക് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തതാകാം, അത്തരത്തിൽ ആത്മഹത്യ ചെയ്തതാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ്, ഒരു കുറ്റപത്രമാണ് CBI സമർപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിലാണ് ഒരു സാധ്യതയും കാര്യങ്ങളുമാണ് ഇൻക്വസ്റ്റിന്റെയും അതുപോലെ തന്നെ പോലീസ് സർജന്റെയും ഒക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നിഗമനത്തിലേക്ക് CBI എത്തിയിരിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സൈക്കോളജിക്കൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി അതിൽ പരാമർശിച്ചു പോകുന്നുണ്ട്. അതായത് ഈ മരണം സംഭവിച്ച പെൺകുട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഇത്തരത്തിൽ ഏതൊക്കെ രീതിയിൽ മരണം സംഭവിക്കാം എന്നുള്ള രീതിയിലേക്ക് അത്തരത്തിലൊരു കാര്യങ്ങൾ പറയുന്ന ഒരു രീതിയാണത്. അതായത് ഈ കുട്ടികളുടെ ജീവിത സാഹചര്യം, ഈ മുൻപ് നേരിട്ട ലൈംഗിക ചൂഷണം അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള ലഭിക്കാത്ത പിന്തുണ, ഇതൊക്കെ കണക്കിലെടുത്ത് ഇത് ആത്മഹത്യ ആകാം എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് CBI എത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. സേഫു.